പ്രസവിച്ചാ? പിന്നൊരു കാര്യം പറയാട്ടോ, ആ ഫസ്റ്റത്തെ മഞ്ഞപ്പാലില്ലേ, ആ ചെനപ്പാല്, അതൊന്നും കൊടുത്തുവിടാട്ടോ കുഞ്ഞിക്ക്. അത് പിഴിഞ്ഞ് 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 കളയണം. ഡോക്ടർമാരാ അങ്ങനെ എന്തല്ലോ പറയും. കുഞ്ഞ് നമ്മളതല്ലേ. ഞങ്ങയൊന്നും പണ്ട് കൊടുക്കലൊന്നുമില്ല കേട്ടോ കുഞ്ഞിക്ക് ഈ പാല്. ആ ചെനപ്പാലൊന്നും കൊടുത്തുവിടാ, കുഞ്ഞിന് എന്തെല്ലോ സൂക്കേട് വരുന്ന്. അതൊന്നും കൊടുത്തുവിടാ. അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെള്ള പാല് വരുമ്പോ കൊടുത്തുവിടുക കേട്ടോ. മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ ഇന്നും ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റി. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാചരണമാണ്. നമ്മുടെ നാടുകളിൽ ഇന്നും മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നാം കേൾക്കാറുള്ള ഒന്നാണ്, കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയിലുണ്ടാവുന്ന കൊഴുത്ത ആ ഒരു മഞ്ഞപ്പാല്, ചെനപ്പാൽ എന്നൊക്കെ വിളിക്കുന്ന ആ പാല്, കൊളസ്ട്രം എന്ന് വിളിക്കുന്ന ഈ പാല് കുഞ്ഞിന് ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പല ആളുകളും പറയാറുണ്ട്. ജനിച്ച ഉടനെ ഈ പാല് പിഴിഞ്ഞ് കളയാറാണ് പതിവ്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞിന്, അതായത് നവജാത ശിശുവിന് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിരോധ മരുന്നാണ് അമ്മയുടെ ഈ കൊഴുത്ത പാല്. ഇത് നിർബന്ധമായും കുഞ്ഞിന് കൊടുത്തിരിക്കേണ്ടത്. അമ്മിഞ്ഞപ്പാല് അമൃതമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനും മാനസികമായ വികാസത്തിനും എല്ലാത്തിനും കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അതിൽ തന്നെ കുഞ്ഞ് ജനിച്ച ഉടനെ ലഭിക്കുന്ന ഈ കൊളസ്ട്രം എന്ന പാല് പ്രോട്ടീൻ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ദഹന പ്രക്രിയ സുഗമമാക്കാനും കുഞ്ഞിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ നിർണായകമായ ഒന്നാണ്. അതുകൊണ്ട് ജനിച്ച ഉടനെയുള്ള ഈ പാല് ഓരോ കുഞ്ഞിനും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ ശരിയും നല്ലൊരു നാളേക്കായി. നന്ദി, നമസ്കാരം.